അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 107ാമത്തെ സൂറത്ത് മാഊനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ജബ്ബാറിൻ്റെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ പറഞ്ഞിരുന്നു. ജബ്ബാർ ആകപ്പാടെ ഇതിൽ പറയുന്ന രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അമുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുക മാത്രമല്ല, അവരെ ഇളക്കി വിടാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഇസ്ലാമിനെതിരിൽ മറ്റുള്ളവർ തിരിയുകയും അതുവഴി ഇസ്ലാം നശിച്ചു കിട്ടുകയും ചെയ്താൽ നല്ലതാണെന്നുള്ള ജബ്ബാറിൻ്റെ ശൃഗാല ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഖുർആൻ ഇവിടെ അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ അതായത് ഇസ്ലാമിനെ കളവാക്കുന്നവരെ കണ്ടില്ലേ? അവർ യതീമിനെ കൈവടിയുന്നവനും അല്ലെങ്കിൽ ആട്ടിപ്പായിക്കുന്നവനും അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് എന്നാണ്. ഇതുവഴി ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ ചെയ്യുന്നത് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളെ, സാമൂഹികമായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറയുകയാണ്. എന്നാൽ ഇവിടെ ആരും ഒരു കാര്യവും ചെയ്യണില്ല എന്നാണ് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ പറയുന്നതെന്നാണ്. ഇവിടെ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ ശൃഗാല ബുദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒന്ന്, അദ്ദേഹത്തിന് ദീനിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇതിലൂടെ അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കണം എന്താണ്, മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ഇസ്ലാം അംഗീകരിക്കണില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അംഗീകരിക്കണില്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, തങ്ങൾ മാത്രമാണ് നല്ലവർ എന്നാണ് മുസ്ലിങ്ങൾ വരുത്തി തീർക്കണതെന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന അശരണരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, അനാഥരായിട്ടുള്ള, മറ്റുള്ളവരുടെ സംരക്ഷണത്തിന് വഴിയില്ലാത്ത ആളുകളെ ആട്ടിപ്പായിക്കുകയും അവരെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത ആളുകൾ, അവർ യഥാർത്ഥത്തിൽ മതവാദികളായാൽ പോലും, തങ്ങൾ മതത്തിലെ വലിയ ഭക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ പോലും, അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പരലോകത്തെ അല്ലെങ്കിൽ വിചാരണാ ദിവസത്തെ അല്ലെങ്കിൽ പ്രതിഫല ദിനത്തെ നിഷേധിക്കുകയാണ് എന്നതാണ്. ഇത് മറ്റുള്ളവരെ തള്ളിപ്പറയലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് സ്വീകാര്യമല്ല എന്ന് പറയലോ അല്ല. മതത്തിൻ്റെ ആളുകൾ, മതമുണ്ടെന്ന് പറയുന്ന, മതത്തിൻ്റെ വക്താക്കളായി ചമയുന്ന ആളുകൾ, അവർ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ, ആ നെറികേടുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അവർ സമൂഹത്തിലെ ഇങ്ങനെയുള്ള ആളുകളെ തള്ളിപ്പറയുകയോ ആട്ടിയോടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വലിയ പുണ്യങ്ങളൊക്കെ ചെയ്താൽ പോലും ആ പുണ്യങ്ങൾക്ക് സ്വീകാര്യതയില്ല. ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അബൂ സുഫിയാൻ്റെ ഒരു സമീപനത്തെയാണ് എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ ഈ സൂറത്ത് അവതരിക്കാനുള്ളൊരു കാരണം പറയുന്നത്, അബൂ സുഫിയാൻ അദ്ദേഹം ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ ഒരു അനാഥ ബാലൻ മാംസത്തിന് വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ ആട്ടിയോടിച്ചു. യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ അന്ന് മതത്തിൻ്റെ ആളാണ്, ഇസ്ലാമിൻ്റെ ആളല്ല എന്നേ ഉള്ളൂ. അദ്ദേഹം കഅബയുടെ ചുറ്റും സ്ഥാപിച്ചിരുന്ന 360ഓളം വിഗ്രഹങ്ങളെ പൂജിക്കുകയും അവയ്ക്ക് വേണ്ടി
ബാധിക്കുകയും അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ നബിയുമായി ഉടക്കി എന്നതിലപ്പുറം അദ്ദേഹം മതത്തിൻ്റെ ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മതത്തിൻ്റെ ആളായിരിക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏത് മതത്തിൻ്റെ ആളായാലും അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആളുകളല്ല. ഇപ്പോൾ ഇവിടെ ദീന് എന്നതുകൊണ്ട് മതം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെ അവർ മതത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നത് തനിയും പുറംപൂച്ച് മാത്രമാണ്. അവർ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മതത്തിൽ പോലും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അപ്പം മതത്തെ അല്ലെങ്കിൽ പരലോകത്തെ അല്ലെങ്കിൽ പരലോക വിചാരണ അല്ലെങ്കിൽ അവിടുത്തുള്ള പ്രതിഫലം ഇതിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയാം. ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളിൽ വലിയ ജബ്ബാർ പറയുന്നതനുസരിച്ച് വലിയ നിസ്കാരത്താകുമ്പോഴൊക്കെ ഉള്ള രാജ്യക്കാർ കോഴിക്കോട് എവിടെയോ അദ്ദേഹം 3 കോടി യതീംഖാനൻ്റെ സമ്പത്ത് അപഹരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഇതിൽ കേസ് നടന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ്. ഈ ആചാരം ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. ജബ്ബാർ പറയണതനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ജബ്ബാറിന് 65 കൊല്ലമായി ഇത് ഈ പണി തുടങ്ങിയിട്ട് എന്നാണ്. അത് ഒരു അതിശയോക്തിപരമായിരിക്കാനാണ് സാധ്യത 65 കൊല്ലം എന്നുള്ളത്. ആട്ടെ, എന്തായിരുന്നാലും ഒരു 40-45 കൊല്ലം അദ്ദേഹം ഈ പണിയിൽ മെനക്കെട്ടുണ്ടെന്ന് നമ്മൾ സമ്മതിക്കാം. എന്നാൽ തന്നെ അദ്ദേഹം പറയുന്ന ആ കാലഘട്ടത്തിൽ ഈ ആചാര്യർ 3 കോടി അനാഥാലയത്തിൻ്റെ കാശ് മുക്കി എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രമാത്രം സാമ്പത്തികമായിട്ട് അനാഥാലയങ്ങൾക്ക് കാശ് കൊടുക്കാൻ ആരാണ്ടായിരുന്നത്? ഇവിടെ കേരളത്തിൽ കുറച്ചെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ശേഷി വരാൻ തുടങ്ങിയത് ഗൾഫ് വാതിൽ തുറന്നതിന് ശേഷമാണ്. അത് ഒരു 10-20 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ. കവിഞ്ഞ 25 വർഷം കൂട്ടാം. എന്നാൽ തന്നെ ഈ ഘട്ടത്തിൽ ഈ ജബ്ബാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ ഘട്ടത്തിൽ ഇത്രത്തോളം വലിയൊരു സംഖ്യ ആൾ മുക്കാൻ സാധ്യതയല്ല. അയാൾ എത്ര തന്നെ മുക്കിയിട്ടുണ്ടെങ്കിൽ ജബ്ബാർ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാളുടെ നമസ്കാരം കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് തുടർന്ന് ഖുർആൻ പറയുന്നത്. ഇവിടെ കേവലം നമസ്കാരം നോമ്പ് എന്നതല്ല പ്രശ്നം. സമൂഹത്തിൽ ആട്ടിയകറ്റപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട സംരക്ഷണത്തിന് ആരുമില്ലാത്ത ആളുകളെ കയ്യൊഴിയുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നത് ആരായിരുന്നാലും അവരെത്ര തന്നെ ഭക്തന്മാരായിരുന്നാലും അവർ യഥാർത്ഥത്തിൽ ഇതിൽ വിശ്വസിക്കില്ല എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ഖുർആൻ മറ്റുള്ള മതസ്ഥരെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊന്നും നന്മയല്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയല്ല. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം എന്താവുന്നുള്ളത് അത് മറ്റൊരു സംഗതിയാണ്. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഇവിടെ പറയാനൊരു സംഗതിയല്ല. അപ്പോൾ ഔചിത്യബോധമില്ലാതെയാണ് ഒന്ന് ജബ്ബാർ സംഗതികൾ കൈയാളുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ജബ്ബാറിൻ്റെ ആശയപാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. ജബ്ബാർ 3 സ്ഥലത്ത്, 1 സൂറത്ത് ളുഹ, 2 സൂറത്ത് ഫജ്ർ, 3 ഈ സൂറത്തിലും അനാഥരുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന് ജബ്ബാർ പറയുന്ന സ്ഥിരം പല്ലവി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായി വന്നതുകൊണ്ട്, അദ്ദേഹം ദരിദ്രനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സമൂഹത്തിൽ പരിഗണന കിട്ടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അനാഥരുടെ കാര്യം ഇങ്ങനെ പറയണതെന്ന്. അതിന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃതിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തൻ്റെ ബാല്യ അവസ്ഥയിൽ അനാഥനായി വളർന്നത് കൊണ്ടുള്ള ആ വേദന അനുഭവിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയണതെന്ന് തന്നെ സങ്കല്പിക്കാം ജബ്ബാർ പറയുന്ന അനുസരിച്ച്. എന്നാൽ തന്നെ അനാഥരെ സംരക്ഷിക്കുന്നതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ എന്താണ് ആക്ഷേപാർഹമായിട്ടുള്ളത്? ഒരാൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അത് അദ്ദേഹത്തിന് സമൂഹത്തിൽ എടുത്തു പറയാൻ പറ്റുന്നൊരു സന്ദർഭം വരുമ്പോൾ നിങ്ങളിങ്ങനെയൊന്നുമല്ല ഈ കാര്യങ്ങൾ കൈയാളേണ്ടത് എന്ന് സമൂഹത്തോട് പറയുന്നത് തെറ്റായിട്ടുള്ള സംഗതിയാണോ? അപ്പോൾ ഇത് തനി ആശയപാപ്പരത്വം എന്നതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ അള്ളാഹു അനാഥനായി കണ്ടില്ലേ, എന്നിട്ട് അവൻ നിനക്ക് അഭയം നൽകിയില്ലേ എന്നാണ് സൂറത്ത് ളുഹയിൽ പറയുന്നത്.
കല്ലാബല്ല തുക്രിമൂനൽ യത്തീം, നിങ്ങൾ അനാഥരെ ആദരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഔദാര്യപൂർവ്വം പെരുമാറില്ല എന്നാണ് സൂറത്ത് ഫജ്റിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് അല്ലദീ യദ്ഉൽ യത്തീം, അനാഥയെ ആട്ടി ഓടിക്കുന്നവനാണ്. ഈ 3 സ്ഥലത്തും ജബ്ബാർ പറഞ്ഞ ഒരേ കാര്യമാണ്. ജബ്ബാറിൻ്റെ ഉള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഉയരുന്ന ആ വിദ്വേഷാഗ്നി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അസൂയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പക, ഇതൊക്കെ അങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് അത് പുറത്തെടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിക്കണമല്ലോ. അതിനു വേണ്ടിയാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു മനുഷ്യൻ, അയാൾ യുക്തിവാദിയോ അല്ലെങ്കിൽ നാസ്തികനോ ആസ്തികനോ ആരുമാവട്ടെ, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു മനുഷ്യൻ, അയാൾ മറ്റൊരാൾ തൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് തന്നെ സങ്കല്പിക്കാം. അങ്ങനെയുള്ള ഒരാൾ സാമൂഹികമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, തഴയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു സംഗതി പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും അതൊരു നല്ല കാര്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ പിന്തുണക്കുകയാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ജബ്ബാർ എന്ന് പറയുന്ന, ജബ്ബാർ മാത്രമല്ല, ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളും നാസ്തികന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നന്മ പോലും സമൂഹത്തിന് പ്രയോജനം ചെയ്യാൻ പോകുന്ന ഇത്തരം നന്മയെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളെ പോലും തള്ളിപ്പറയുകയും അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അനുഭവിച്ച അവഗണനയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്ഥിതി എത്രമാത്രം കുടുസാണെന്നും ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും വിവേകമുള്ള, ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആശയമില്ലാത്തതുകൊണ്ട് എന്തൊക്കെ പറയുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഖുർആനെ, ഇസ്ലാമിനെയൊക്കെ അവഹേളിക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് ഇത്തരത്തിൽ ഇനിയും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരും. കാരണം ഖുർആനിൽ അനാഥരെ സംബന്ധിച്ചും മറ്റുമൊക്കെ ഉള്ള പരാമർശം ഇനിയും വരാനുണ്ട്. മൂപ്പരുടെ തഫ്സീർ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒക്കെ അയാൾക്ക് പറയാനുള്ളത് ഒരേ സംഗതിയേ ഉള്ളൂ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു മനുഷ്യൻ എത്ര തന്നെ ദുഷിച്ച ആളാണെങ്കിൽ പോലും അയാളിൽ നിന്ന് എന്തെങ്കിലും ചില ഗുണങ്ങളുണ്ടാവില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലോകത്തിന് പഠിക്കാൻ പറ്റിയ ഒരു ഗുണവുമില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള തനി ജുഗുപ്സാവഹമായിട്ടുള്ള സമീപനമാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഖുർആൻ ക്ലാസ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഖുർആൻ ഓതുന്നു, എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു, നബിയെ കുറേ തെറി പറയുന്നു, അള്ളാഹിനെ കുറേ തെറി പറയുന്നു, ഇസ്ലാമിനെ കുറേ തെറി പറയുന്നു. ആരെങ്കിലും 2 ആൾ തൻ്റെതൊക്കെ കേട്ടിട്ട് ഇസ്ലാമെന്ന് കേട്ട് പിന്തിരിഞ്ഞാൽ ഇബ്ലീസിൻ്റെ അതേ സന്തോഷമാണ്. ഇബ്ലീസിനേക്കാൾ വലിയ ഇബ്ലീസാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. കാരണം ഇബ്ലീസ് പോലും ഇത്രത്തോളം പറയും തോന്നുന്നില്ല. എന്തായിരുന്നാലും മക്കയിലെ അബൂജഹലോ അതുപോലുള്ള ആളുകളായാലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അബൂ സുഫിയാൻ ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നിരുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചത്ര വഷളായിട്ടുള്ള സംഗതികൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അബൂ സുഫിയാൻ ഇറക്കലുമായിട്ടുള്ള സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങളാണ് അവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. കിട്ടിയൊരു സന്ദർഭം, ഞങ്ങളിപ്പോൾ ഒരു കരാറിലാണുള്ളത്, 10 കൊല്ലത്തേക്ക് യുദ്ധം വേണ്ട എന്നുള്ള കരാറിലാണ്, അതിന് മുഹമ്മദ് എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ കണ്ടറിയണം എന്ന് കിട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് ബുദ്ധിശൂന്യമായിട്ടുള്ള, അതുപോലെ തന്നെ തൻ്റെ മനസ്സിൽ നിന്ന് പതഞ്ഞു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധവും വിദ്വേഷവും അതിങ്ങനെ അണപൊട്ടി ഒഴുകിയിട്ട് അത് തടഞ്ഞു നിർത്താൻ കഴിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയാനുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.